ഷീ ഈസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. വെൽക്കം ടു ദി അൺസെൻസേർഡ് ഷോ. എൻ്റെ കൂടെയുള്ളത് ദുർഗ കൃഷ്ണയാണ്. ഹലോ. ദുർഗ, ഹായ്. ദുർഗയുടെ സിനിമകൾ കാണുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് ഉടലാണ്. ഉം. ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഇതിൽ ഇന്ദ്രൻ ചേട്ടനുണ്ട്, ധ്യാനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇറ്റ്സ് എ കംപ്ലീറ്റ് ദുർഗ സിനിമ എന്നെനിക്ക് തോന്നിയ സിനിമയാണ് ഉടൽ. അങ്ങനെയാണോ തോന്നിയത്? പലരും പറഞ്ഞിട്ടില്ലേ? അല്ല, ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് ഓക്കെ, എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനും അതിനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ദുർഗാ സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ആ തോന്നി. സിനിമ. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാലോ. ഓക്കെ, ഓക്കെ, ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയായിരുന്നു തോന്നിയത്. അപ്പൊ ഈ സിനിമ ഉം. അടച്ചിട്ടപ്പെടുന്ന, അതായത് പെട്ടുകിടക്കുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാണത്. അത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കണം. എല്ലാവരുടെ ഉള്ളിലും കാണും അവർക്ക് പറയാൻ പറ്റാത്ത, പ്രകടിപ്പിക്കാൻ പറ്റാത്ത, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ്. ഉം. പക്ഷെ അത് മനോഹരമായിട്ട് പോർട്രേ ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ദുർഗയുടെ തുടക്ക സമയങ്ങളിൽ ദുർഗ എടുക്കാനുള്ള ഒരു റീസൺ എന്താണ്? അത് തുടക്ക സമയങ്ങളിൽ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത സിനിമകളിൽ എവിടെയും എന്നിലുള്ള ഒരു കലാകാരി കൂടുതലും ആഗ്രഹിക്കുന്നത് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ്, ചുമ്മാ ഒരു നായികാവേശം ചെയ്തു പോവുക എന്നല്ലാതെ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പം ഞാനൊന്നൊരു ആർട്ടിസ്റ്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സിനിമയുടെ കഥ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ സിനിമയുടെ കഥ കേൾക്കുന്നതൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പം അതുകൊണ്ട് അവർക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ അത് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ ഇതിനകത്ത് കണ്ടു. അപ്പോൾ എനിക്കും ഇപ്പം നെഗറ്റീവോ പോസിറ്റീവോ അതൊന്നുമല്ല, ഇനി ക്യാരക്ടർ ആണെങ്കിലും മെയിൻ റോൾ ആണെങ്കിലും എനിത്തിങ് പെർഫോം ചെയ്യാൻ അതിനകത്തുള്ള സ്പേസ്, അതായിരുന്നു എനിക്ക് ഉടലിലേക്ക്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല. ഇപ്പം വിമാനം തൊട്ടിട്ട് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഉടൽ അത് തന്നെയായിരുന്നു എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം, ഇതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഉടൽ. പക്ഷെ ആ സിനിമയെക്കുറിച്ച് ഒരുപാടും ചർച്ച ചെയ്ത് വന്നപ്പോൾ അതിൽ ഇൻറ്റിമേറ്റ് സീൻസ്, അത്തരം സീനുകൾ മാത്രം എടുത്ത് ക്ലിപ്പിങ്സ് മാത്രം വരിക, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒത്തിരിയും കണ്ടത് അതാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശരിക്കും ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതിനുള്ളിലുണ്ട്. അപ്പം അത് ഇറങ്ങിയ സമയത്ത് ഈ ചർച്ചകൾ കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ദുർഗയ്ക്ക് തോന്നിയിരുന്നോ ഇത് ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യാതെ ഇത് മാത്രം ചർച്ച ചെയ്യുന്ന എന്തിനാന്നുള്ളത്? തോന്നിയിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വരുന്ന ഷോർട്സ് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്കും കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാത്ത ആൾക്കാരൊക്കെ എവിടുന്ന നമ്പർ കിട്ടിയെന്ന് അറിയില്ല. അതിനകത്ത് ഇൻറ്റിമേറ്റ് സീൻസ് മാത്രം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എന്തോരം ഭാഗങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതും ഞാൻ കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്തത് ഇതിനകത്ത് ഫൈറ്റ്സ്. കാരണം എനിക്ക് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ തന്നെ. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഹാഫ് ഡേ ഞാൻ ബോധമില്ലാണ്ട് കിടന്നിട്ടുണ്ട്. കാരണം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ്റെ കാല് വലിച്ചുകൊണ്ട് പോകുന്നത്, അതൊരു സപ്പോർട്ടും ഇല്ലാണ്ട് തന്നെ നമ്മൾ വലിച്ചുകൊണ്ട്, അതും എനിക്ക് ഒരു കൈയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കൈ പൊള്ളൽ ഏറ്റിരിക്കുക. സോ അതിനകത്ത് നമുക്ക് വേറെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ല. ഞാൻ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ വെച്ചിട്ട് വലിക്കണം, ഒരു കൈ യൂസ് ചെയ്തിട്ട്. ഇത് വലിച്ചു പോകുന്ന ഇന്ദ്രൻ ചേട്ടൻ കബോർഡിന്റെ ഡോറ് വെച്ചിട്ട് അടിക്കുന്നത്. ആദ്യത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഹാഫ് ഡേ, എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ ദിവസമായിരുന്നു ഒന്ന് ഷൂട്ട് ചെയ്ത്. പകുതി ദിവസം ഞാൻ ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. അപ്പൊ അത്രയും ഞാൻ എഫോർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് നല്ല ഭാഗങ്ങൾ, പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട്, ഇന്ദ്രൻ ചേട്ടൻ്റെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, ധ്യാൻ ചേട്ടൻ്റെ ആയിക്കോട്ടെ, ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ഷെയർ ആവണം, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ അതിനകത്ത് ഇന്റിമേറ്റ് സീൻസ് മാത്രം ഷെയർ ചെയ്ത് പോവുകയും അത് മാത്രം ഒരു ടോപ്പിക്കായിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത് മാത്രം, അല്ലെങ്കിൽ ഇനി ആളുകൾ സിനിമ കാണാണ്ട് ഈ ഭാഗം മാത്രം ഷെയർ ആയി പോയിട്ട് അതിൽ അവർ അങ്ങനെയാണോ ഈ സിനിമയെ ജഡ്ജ് ചെയ്യുന്നത്? മേ ബി അതും ഉണ്ടാവും. ചിലവർ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഈ ക്ലിപ്പിംഗ്സ് മാത്രം ഷെയർ ചെയ്ത് പോയിട്ട് ഈ സിനിമ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എന്താണ് സിനിമയിൽ ബാക്കി അവർ കാണാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ ഡിസേബിൾ ചെയ്തു, ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് ശരിക്കും വാട്ട് വാസ് ഇറ്റ്? അത് സോഷ്യൽ മീഡിയയോടുള്ള അവരെന്ത് പറയും എന്നുള്ളൊരു ഭയമായിരുന്നു, അതോ ഇതാണ് എൻ്റെ ബൗണ്ടറി, ഏതായിരുന്നു? അല്ല, ഭയമല്ലായിരുന്നു. ഭയമല്ല. ഇപ്പം ഈ ഒരു സമയത്ത് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത്, അതും കുടുക്കും ഏകദേശം ഒരു സമയത്തായിരുന്നു. അപ്പൊ കുടുക്കിനകത്ത് ആദ്യം വന്നിട്ടുള്ളത് പാട്ടായിരുന്നു. അതിനകത്തൊരു ലിപ് ലോക്ക് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഉടലിറങ്ങി കഴിഞ്ഞ് കുടുക്ക് സിനിമ ഇറങ്ങി. അപ്പൊ ഇതിനകത്ത് കുടുക്കിനകത്തുള്ള ലിപ് ലോക്കും ഉടലിലുള്ള ഇന്റിമേറ്റ് സീൻസും കൂടെ വെച്ചിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്നെ തെറി വിളിക്കുന്നതിനേക്കാളും കൂടുതൽ
ചീത്ത വിളിച്ചത് ഒന്നും ചെയ്യാത്ത എന്റെ ഭർത്താവിനെ ഭർത്താവിനെ എന്തിനു കൊള്ളാന്നൊക്കെ ഞാൻ ആ, വായിച്ചിട്ടുണ്ട് കമന്റ്സ്. നട്ടിലില്ല ആ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ഫാമിലീനെ ഇതിനകത്ത് ഒരുപാട് ഡ്രാഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് എനിക്ക് അപ്പം വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുകയായിരുന്നു. ആ കാരണം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സെറ്റിലുള്ള ആൾക്കാരും ഒരുപാട് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ആ സമയത്ത് ഞാൻ അത് അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കേൾക്കുമ്പോൾ നന്നായി ചെയ്തു ദുർഗ, അത് ഭയങ്കരമാണ് അങ്ങനെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞു. പടം ഇറങ്ങണ സമയത്തും എനിക്ക് ഒരു കൂട്ടം ആൾക്കാർ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ ഞാൻ വേറെ ഒരു സിനിമയിൽ എനിക്ക് ഇത്രയും ഉം. കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പൊ ആളും ഭയങ്കരമായിട്ട് പുള്ളിയും ഭയങ്കര പ്രൗഡാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഐ വാസ് വെരി ഹാപ്പി. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്താണ് ഇവര് സിനിമ ഇത് കാണാതെ ഫാമിലീനെ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതെന്നെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. ഒരു പോയിന്റ് എത്തിയപ്പം കൂടുതൽ ആൾക്കത് പ്രശ്നമില്ല. ഉം. ആളത് കംപ്ലീറ്റ്ലി ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് തോന്നുന്നു ആളായിരുന്നു എന്തെങ്കിലും കമന്റ് വരുമ്പം ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടതിന് മുമ്പ് ആളത് കയറി ഡിലീറ്റ് ചെയ്യും. എന്റെ ശ്ശടാ. വാട്സപ്പ് സോറി ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഇൻസ്റ്റാഗ്രാമില്. അപ്പം ആളത്രയും കെയർഫുൾ. കാരണം ആള് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അതിന്ന് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, എന്റെ പെർഫോമൻസ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം. ഉം. അത് എടുക്കാനും ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് അങ്ങനെ നിങ്ങൾ അഭിപ്രായം കേൾക്കുമ്പോഴാണ് എനിക്കത് എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ആവശ്യമില്ലാതെ ഹസ്ബൻഡിനൊക്കെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. എന്തിനിത് ചെയ്യുന്നു? പേടിയല്ല, പക്ഷെ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇത് മാത്രമാണോ കാണുന്നത് ഉം. എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം കുടുക്കിന്റെ പ്രൊമോഷനും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂസിലും ഞാൻ ഇരുന്നിട്ടേ ഇല്ല. ഇല്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല ദുർഗ ഇന്റർവ്യൂസിലെ സമയത്ത്. എന്നെ എവിടെ ആരും കണ്ടിട്ടില്ല. എന്നെ ഇന്റർവ്യൂസിന് വിളിക്കും, അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ ഒക്കെ പരിപാടി ഉണ്ടാവുമല്ലോ, അതൊന്നും വിളിക്കുമ്പോൾ ഞാൻ പോവില്ല. ഞാൻ സിനിമ ചെയ്യും. എന്നെ ഇന്റർവ്യൂസിന് വിളിക്കുമ്പോഴും ഞാൻ പറയും സിനിമയുടെ പ്രൊമോഷൻ വരട്ടെ അപ്പം വരാം എന്ന് പറയും. കാരണം ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇരുന്നിട്ടില്ല. ആ സമയത്തും ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആദ്യം ഇരിക്കുന്ന പേര് എൻ്റെ അടുത്ത് ആയിരുന്നു. ആ ദുർഗാകൃഷ്ണ ആ ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. തപ്പിയിട്ടുണ്ടല്ലേ എന്തൊക്കെ വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ റിവ്യൂസ് ആ നോക്കൂലേ? ഇപ്പൊ എന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിവ്യൂസ് നോക്കുന്നത് അപ്പോഴും മാത്രം. എന്റെ ആ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ റിവ്യൂസ് നോക്കും. ആ. അല്ലാതെ ഞാൻ റിവ്യൂസ് നോക്കാറില്ല. അപ്പോ നമ്മളെ പേരടിക്കുക അല്ലെങ്കിൽ സിനിമയുടെ പേരടിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നത് മൊത്തം ദുർഗാകൃഷ്ണ ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോ ആ സമയത്ത് എന്താ പറയാ കുറേ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. എന്റെ പെർഫോമൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ആൾക്കാർ കാണാതെ എന്നെ ഈ രീതിയിലേക്ക് എന്നെ ജഡ്ജ് ചെയ്യുമ്പം, അതും ഫാമിലീനെ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഉടൽ OTT വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഡയറക്ടർ എന്നെ വിളിച്ചു. വരുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ശരി, കട്ട് ചെയ്തു. പോയി ടാഗ് ഓപ്ഷൻ ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ എനിക്കറിയാം ഇനിയും സ്ക്രീൻഷോട്ട്സ് വരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഇത് കണ്ട് വെറുതെ നെഗറ്റീവ്സ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എത്തിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തത്. പേടിയല്ല, പക്ഷെ വെറുതെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇരിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, ഞാനൊന്നും കാണണ്ട എന്ന് വെച്ചിട്ട്. അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ട് എടുത്ത് എന്തിനാണ് ഓരോ വേണ്ട. താഴേക്ക് വെക്കണേ എന്നുള്ളത്. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വളരെയധികം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പേടിക്കുന്ന, ഇപ്പോഴും പുറത്തു വന്നിട്ട് സെക്സ് എന്താണ്, രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ലിവിൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നെറ്റ് ചുളിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ അതെ. ഇപ്പോഴും നിൽക്കുന്നത്. ഉം. അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരമാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മളൊന്ന് നടക്കുകയാണെങ്കിലും ഒരു ഡ്രസ്സ് ഇടുവാണെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഉടലിന്റെ അവരുടേതാകുന്ന ഒരു ഭാഷ, അവർ തീരുമാനിക്കുന്ന ഒരു ഇത്. അപ്പൊ ദുർഗയുടെ അടുത്ത് ദുർഗയുടെ ഉടലിന്റെ ഭാഷ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ബോഡി ടു യു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതൊരാൾ കാണുന്നത്, പെർസീവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ദുർഗ വിചാരിക്കാറുള്ള കാര്യങ്ങൾ എന്താണെന്ന്. ഇപ്പൊ ഇത്തരം ഒരു സീൻ ചെയ്യണമെങ്കിൽ ഉം. ഇത്തരം സീൻസിലേക്ക് പോകുമ്പോൾ ഈവൻ ദോ അതിൽ ഇന്റിമേറ്റ് സീൻസ് ആണ് ചർച്ചയായത്, ഉം. അത് ഇത്രേ ഉള്ളൂ, ഉം. ബാക്കി ഒന്നും ചർച്ചയിൽ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ കാണുമ്പോൾ, എന്നെ ഒരാൾ എൻ്റെ ശരീരത്തെ കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ അത് എങ്ങനെ കാണണം, എങ്ങനെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. സോ ഏത് ടൈപ്പിലാണ്, അതാണ് എൻ്റെ ചോദ്യത്തിനാണ്. ഓക്കെ. ഇപ്പം എൻ്റെ ശരീരം ഇപ്പൊ ഒരു സിനിമയിലൊരു സീൻസ് ആണെങ്കിൽ പോലും നമ്മളടുത്ത് ഡയറക്ടർ പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഡയറക്ടർ പറയുന്ന സമയത്താണ് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയും, ചേട്ടാ അത്രയും വേണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ അത്രയും ചെയ്യാൻ ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറയാറുണ്ട്. ഇപ്പം ഉടലിൽ തന്നെ നിങ്ങൾ കണ്ടേക്കുന്ന സീൻസ്
ചിലപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുക്കി എടുക്കുന്നത്, ഇവിടെ വരെ എനിക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല, പക്ഷെ ഇതിന് താഴേക്ക് എനിക്ക് ഡ്രസ്സ് ഉണ്ട്. അപ്പൊ എനിക്കറിയാം ഏതൊക്കെ പോർഷൻസ് എനിക്ക് ഷോ ചെയ്യാൻ ഞാൻ ഓക്കെ ആണ്, ഞാൻ കംഫർട്ട് ആണെന്നുള്ള എൻ്റെ കംഫോർട്ടബിൾ നോക്കിയിട്ടാണ് അവർ ഉടല് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ഭാഗങ്ങൾ എനിക്ക് കാണിക്കാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത് അതിനകത്ത് കണ്ടിട്ടുള്ളതും എൻ്റെ ഇത്രയും പോർഷൻസ്, അതായത് ഇവിടുന്ന് താഴേക്ക് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് പൊക്കുന്ന ഒരു സീൻ, അതിനകത്തും എനിക്ക് ഡ്രസ്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ടോപ്പ് പിന്നിൽ നിന്ന് പൊക്കുന്നത് ഇത്ര വരെ പൊക്കുന്നുള്ളൂ, ബാക്കി കാണുന്നത് ഇവിടെ. അപ്പോൾ ഓഡിയൻസിന് അത് കൺവേ ആവുന്നത് എല്ലാം ഊരി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്കൊരു ഈ പറയുന്ന പോലെ ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ലൈൻ വെച്ചിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്ക് എനിക്കറിയാം എന്നെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമയിലാണെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഷൂട്ട് എടുക്കുന്നത് പോലെ ആ ഒരൊറ്റ സീന് ആദ്യം ഒരു ദിവസം എടുക്കും, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ഷോട്ട് എടുക്കുന്നത് ആ സീനിൻ്റെ. അപ്പം ഇത് തുടർച്ചയായിട്ട് പോകുന്ന ഒരു കാര്യമല്ല, അത്രയും ആൾക്കാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആളുകളിലേക്ക് കാണുമ്പം ഒറ്റയടിക്കൊരു സീൻ, ഒരു പരിപാടി നടക്കണു എന്നുള്ള രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ ശരീരം എനിക്കറിയാം എവിടെ വരെ എനിക്ക് ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു ഇൻറ്റിമേറ്റ് സീൻസിനാണെങ്കിൽ നമ്മൾ മൊത്തം ഇതാക്കി കാണിച്ചിട്ട് വേണ്ട, ഒരു ഇൻറ്റിമേറ്റ് സീൻസിന് ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്ര പോർഷൻസ് ഒക്കെ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ആൾക്കാർക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബാക്കി നമ്മളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത്രേ ഉള്ളൂ. എനിക്കറിയാം എവിടെ നിർത്തണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പോൾ ഡയറക്ടറുടെ അടുത്താണെങ്കിലും ഡയറക്ടർ അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും വേണ്ട, അത്രയും പോട്ടാ പറയും. ഇനി ദുർഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാണ്. വെൻ ഐ സി യു, ഞാനൊരു പെൺകുട്ടി എന്ന നിലയിൽ ദുർഗയെ ആൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സെൻഷ്യൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആയിട്ടാണ് ദുർഗ എപ്പോഴും തോന്നാറ്. അപ്പോൾ ദുർഗയുടെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ണ് മൂക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ദുർഗ ഒരു സെൻഷ്യൽ ബ്യൂട്ടി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പം ദുർഗയുടെ അടുത്ത് ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ദുർഗ എന്ത് പറയും? നോട്ട് ദുർഗാസ് ബ്യൂട്ടി, ഇൻ ജനറൽ ബ്യൂട്ടി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് ടു യു? അല്ല, എനിക്ക് ബ്യൂട്ടി മീൻസ് എനിക്ക് ഇന്നർ ബ്യൂട്ടിയാണ് ഞാൻ കൂടുതൽ. ഇപ്പം ഒരാളോടത്ത് നമുക്ക് സംസാരിക്കുമ്പം ഇപ്പം ഭയങ്കര സൗന്ദര്യമായിട്ട് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ നമ്മളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു ചിരി പോലും ഇല്ലെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് നമുക്കൊരു സൗന്ദര്യം കാര്യങ്ങൾ പെട്ടെന്ന് നോട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു സൗന്ദര്യമല്ല, അത് കണ്ടു മാഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സൗന്ദര്യം എന്ന് ഫീൽ ചെയ്യുന്നത് അവരുടെ അടുത്ത് സംസാരിക്കുമ്പം, കുറച്ച് സമയം ഇരുന്ന് അവരുടെ അടുത്ത് സംസാരിക്കുമ്പം, ഇപ്പം അവരുടെ ഫേസ് എങ്ങനെയാണെന്നുള്ളതല്ല, പക്ഷെ ചിലപ്പം അവരുടെ സംസാര രീതിയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ചെയ്യുന്ന അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്കൊരു സൗന്ദര്യം തോന്നും. ഞാൻ എപ്പോഴും സൗന്ദര്യം ഒരാളിലൊരു സൗന്ദര്യം കാണുന്നത് അങ്ങനെയാണ്, ഫേസിലല്ല. ഫേസിൽ നമുക്ക് കാണും പെട്ടെന്ന് ഒരു ഭംഗിയുണ്ട്, കൊള്ളാലോ എന്ന് തോന്നും, പക്ഷെ അത് അത്രയേ ഉള്ളൂ. കൊള്ളാലോ എന്ന് പറയുന്ന ഒരു സെക്കൻഡിലുള്ളൂ. അതല്ലാതെ നല്ലതാണ് നമുക്കൊരു ഇഷ്ടം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭംഗിയോട് നമുക്കൊരു ഇഷ്ടം തോന്നണമെങ്കിൽ അവരായിട്ട് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്കെപ്പോഴും സൗന്ദര്യത്തിന് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഡിഡ് യു എവർ ഹാവ് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ നോക്കിയൊരു കാര്യം എന്തായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഉണ്ണിയേട്ടൻ്റെ അടുത്ത്, എൻ്റെ ഹസ്ബൻഡ് അർജുൻ, ഉണ്ണിയേട്ടൻ്റെ അടുത്താണെങ്കിലും ആള് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ എല്ലാവർക്കും അറിയാം, ആള് തന്നെ ട്രെയിനിൽ വെച്ചിട്ട് പെട്ടെന്ന് കിസ് ചെയ്തിട്ട് ഐ ലവ് യു പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇനി ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും കിസ് ചെയ്യുമോ, ആൾക്കാരുള്ളതല്ലേ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, പാടില്ല, അതായത് എങ്ങനെയാ, ഞാൻ ഒരുപാട് സമയത്ത് ചിന്തിച്ചിട്ട് ഞാൻ പിന്നെ ആളെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ കരിയർ നോക്കണം, വേണ്ട എന്ന് തിരിച്ചെത്തിയിട്ട് ഞാൻ ഇരുന്ന് വിളിച്ച് പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോകെ ആളടുത്ത് സംസാരിച്ച് അല്ല, അത് അങ്ങനെ ഒരു പ്രപ്പോസൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ബന്ധം ഉണ്ടായിരുന്നു, മനസ്സിലുണ്ട്. ഓക്കെ, ഇഷ്ടമുണ്ട്. അതിശ ഞാൻ ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പരിഹരിക്കാം, ആയിട്ടില്ല, നോക്കട്ടെ, നിക്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ പോകെ പുള്ളിയുടെ പെരുമാറ്റം, പുള്ളിയുടെ സംസാരം, കാര്യങ്ങൾ, അതിലാണ് പിന്നെ എനിക്ക് ആളടുത്ത് ഇഷ്ടം തോന്നിയത്. ഒരിക്കലും ഞാൻ അർജുൻ്റെ ലുക്കോ കാര്യങ്ങളോ അല്ല നോക്കി. ഇതെന്താണെന്നറിയോ, നമ്മൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. അതെ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒത്തു വന്നു, ഇതൊക്കെ മാറും. ഇപ്പം ഞാനും മാറും, ഉണ്ണിയേട്ടനും മാറും, നമ്മളുടെ ലുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും. ഇപ്പം ഈ ലുക്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആളോടുള്ള ഒരു ഇഷ്ടം പോകൂലേ.
അപ്പൊ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റേ ഉണ്ടായിരുന്നില്ല ഇതുവരെ. എൻ്റെ എനിക്ക് എക്സ് ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒന്നിലും എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കല്യാണം കഴിച്ച എൻ്റെ കാമുകനോടും ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ലിസ്റ്റ് വെച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ കുഴപ്പമില്ല, നീ നിന്റെ കരിയറും കൂടെ നോക്കിക്കോ, ആൾക്ക് വിടാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ആള് ഭയങ്കര സീരിയസ് ആയിട്ട് ആളുടെ ഉള്ളില് പ്രണയവും എൻ്റെ ഉള്ളില് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പ്രേമിക്കുന്ന ആളെന്നുള്ള ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആളെപ്പോഴും വിളിക്കുന്ന ഞാൻ അങ്ങോട്ടേക്ക് കോൾ ചെയ്യുക, എനിക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാവം. പുള്ളി വിളിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്ക് വേണ്ടി സംസാരിക്കും. പുള്ളി മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളൊന്നല്ല. ഒരു പോയിന്റ് എത്തിയപ്പം പുള്ളിക്കാരെ ഇങ്ങോട്ട് വിളിക്കലില്ല, മെസ്സേജ് ഇല്ല. പുള്ളി വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ വിളിച്ചില്ല. ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളിൽ ഞാൻ തിരക്കിലായിരുന്നു. ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ല ആളെ വിളിക്കണം, ഞങ്ങളൊരു പ്രേമത്തിലാണ് എന്ന പോലുള്ള ചിന്ത ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തു. എന്താ പുള്ളിക്ക് മനസ്സിലായി താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ എന്നോട് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ബ്ലോക്ക് ചെയ്ത് പോയി. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. കൂടി മൈൻഡ് എന്നിട്ട് ഞാൻ ചെയ്യാൻ മൈൻഡ് ചെയ്തില്ല. ഞാനാണോ എന്നാ ശരി പോട്ടെ എന്ന് വെച്ചു ഞാൻ. അത് എനിക്ക് അങ്ങനെ ഒരു സീരിയസ് ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് സ്റ്റാർട്ടിങ് വെരി തുടക്കത്തില് പുള്ളി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് തുടക്കത്തിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തേ, കോമൺ ഫ്രണ്ട്. അപ്പം ആൾക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ആള് ഭയങ്കര സീരിയസ് ആണ്. പിന്നെ ഇവൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് അയ്യോ ഞാൻ എന്ത് ക്രൂരയാണ് എന്നൊക്കെ തോന്നി. മനസ്സിലായി. ഞാൻ മനസ്സിലായി. പിന്നെ ആളെ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ തൊട്ടിട്ടാണ് ഞാൻ പുള്ളീനെ പ്രേമിക്കാൻ തുടങ്ങി. അത് ഞാൻ ആത്മാർത്ഥമായി വെച്ചാൽ എനിക്ക് മുമ്പ് ഇഷ്ടം പുള്ളി പ്രപ്പോസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞും പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ പുള്ളീനെ പിന്നീട്, അതായത് പുള്ളി എന്റെ അടുത്ത് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പുള്ളി പോയിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പുള്ളി വിചാരിച്ചു ഞാൻ തിരിച്ചു വിളിക്കും, അങ്ങനെയൊന്നും പിന്നെ തീർച്ചയായും പിന്നല്ലേ ബ്ലോക്ക് ചെയ്യണേ. അത് കഴിഞ്ഞ ആളുടെ ഫ്രണ്ട് വിളിച്ചു കഴിഞ്ഞിട്ടാ അവിടുന്ന് പിന്നെ ഞാൻ പുള്ളീനെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം വന്നു തുടങ്ങി. ഒരു സുഹൃത്തില്ലായിരുന്നെങ്കിൽ, ഓ ആ വിളി ഇല്ലായിരുന്നെങ്കിൽ അത് ആള് വിളിപ്പിച്ചതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ചോദിക്കണം. ആയിരിക്കും. സമ്മതിക്കില്ലല്ലോ. കുറച്ച് ദിവസമായി ഒരനക്കവും നീ ഒന്ന് സഹായിക്കണം. ഇനി വളരെ ചെറുതായിരിക്കുമ്പോ തൊട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകളൊക്കെ എന്ത് വിചാരിക്കും ഓർത്ത് ഞാൻ ആ ഉമ്മ കിട്ടിക്കഴിഞ്ഞപ്പോ ഐ ലവ് യു ടു പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമുക്ക് തരുന്ന ചില കമന്റ്സ് ഉണ്ട്. അതായത് കോംപ്ലിമെന്റ്സ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ സത്യത്തിൽ കോംപ്ലിമെന്റ്സ് അല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ വളർന്ന സമയത്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്, കുറച്ചും കൂടി ഒതുക്കമുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ല കുട്ടിയായിരുന്നേനെ. അതിനർത്ഥം ഇവക്ക് ഒതുക്കമില്ല, ഇവളൊരു നല്ല കുട്ടിയല്ല. പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു ബാക്കി എല്ലാം നല്ലതാണ്, ഈ ഒതുക്കത്തിന്റെ ഒരു കുറവേ ഉള്ളത്. അതുപോലെ ദുർഗ കേട്ടിട്ടുള്ള എന്തെങ്കിലും കമന്റ് ഉണ്ട്. ഇപ്പൊ ചിലർ കേട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കുട്ടി കുറച്ച് മെലിഞ്ഞിരുന്നെങ്കിൽ, കറുപ്പാണേലും എന്ത് ഭംഗി, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടങ്ങൾ ഇങ്ങനത്തെ കോംപ്ലിമെന്റ് ആണെന്ന് തോന്നുന്ന മധുരത്തിൽ പൊതിഞ്ഞ എന്നാ കേട്ട് കഴിയുമ്പോ ഇന്നൊന്ന് ആലോചിക്കുമ്പോ ഓഹോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ. അങ്ങനെ തോന്നുന്ന കാര്യം എനിക്ക് അങ്ങനെ ഒരു കാര്യം ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ, എന്ത് ഭാഗ്യവതിയായ പെൺകുട്ടി ഒന്നുമല്ല. ഓർമ്മയിൽ അങ്ങനെ ഒരു സിനിമ സീൻസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള കാര്യമാണ് ഇപ്പോഴാണോ? ഏതുമാവാം. ഞാൻ ചെറുപ്പത്തിലാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്റെ കോളേജ് സമയമൊക്കെ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞതാ. പിന്നെ അത് പറയാൻ ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പറയാറില്ല. ഇപ്പം അങ്ങനെ ഞാൻ അങ്ങനെ കേൾക്കാറൊന്നുമില്ല. എൻ്റെ അടുത്ത് ഒന്നാമത് പറയാനുള്ള ധൈര്യം ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു. ഈവൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ എന്റെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു. എന്നിട്ടാണോ അവിടെ അത് എൻ്റെ അടുത്ത് ഒരാളും വിളിച്ചു പറയില്ല. കാരണം ധൈര്യമായിട്ടായിരിക്കാം. അച്ഛനും അമ്മേനെ വിളിച്ചിട്ടിരുന്ന് പരാതി പറയും. ഫോട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കലൊക്കെ അതുണ്ടോന്ന് അറിയില്ല. ഉടലിന്റെ ക്ലിപ്സ് അതും അറിയില്ല. പക്ഷെ ഇല്ലേ, അച്ഛൻ ഉടൽ കണ്ടിട്ട് അച്ഛൻ വാസ് വെരി ഹാപ്പി. അച്ഛൻ അവിടെ അച്ഛന്റെ മോളെ കണ്ടിട്ടില്ല. അച്ഛൻ ഷൈനി എന്ന് പറഞ്ഞ, ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പം ഇവരൊക്കെ അച്ഛനും അമ്മേനെയൊക്കെ മാറ്റിക്കൊണ്ട് വരുന്നത് ഞങ്ങളൊക്കെ ഞാനും അച്ഛൻ അമ്മ ഞങ്ങളുടെ ഒരു ഫാമിലി മൊത്തം ഭയങ്കര ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ സിനിമയിലൊക്കെ വന്നു തുടങ്ങി. ഞാൻ കുറേശ്ശെ മാറാൻ തുടങ്ങുമ്പോൾ ഞാൻ അച്ഛനെ അമ്മേനെ അതിനകത്തേക്ക് കൊണ്ടുവരും. വാ എന്ന് പറഞ്ഞിട്ട്. സ്ലീവ്ലെസ് ഇടുന്നതൊക്കെ പ്രശ്നമാണ്. ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം, ഭയങ്കര പ്രശ്നമായിരുന്നു. പുള്ളിയുടെ സിനിമയിലായിരുന്നു ഞാൻ ഫസ്റ്റ് സ്ലീവ്ലെസ് ഇടുന്നത്. അന്ന് ഞാൻ ധ്യാൻ ചേട്ടൻ അട്ടിയിരുന്നു, ഞാൻ പറ്റത്തില്ല ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ ഒന്ന് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ പാവം ഒരു ഭാഗത്ത് നയൻതാരേനെ മേയ്ക്കണം, മറുഭാഗത്ത് ദുർഗയെ സ്ലീവ്ലെസ് ഇടിക്കണം. പാടായിരുന്നു.
അപ്പോ അങ്ങനെ വന്ന് ഇപ്പം അച്ഛനെയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അച്ഛനൊക്കെ ഒരു രീതിയിലേക്ക് ഇങ്ങനെ എത്തിച്ച് ഈവൻ ഉടലിന്റെ സമയത്തും എത്ര എത്ര പുള്ളിക്കാരനെയൊക്കെ മാറ്റിക്കൊണ്ട് വന്നാലും ഉടലിൽ ആ സീൻ കാണുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനമ്മയും മുമ്പിൽ ഇരിക്കുമ്പോൾ അയ്യോ, ഒരു ടെൻഷനും കൊഞ്ചം. വിഷമല്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു ആ, നന്നായിട്ട്. എന്ത് പറയും? അച്ഛൻ എന്തെടുക്കും, അച്ഛനെ കാണിക്കാവോ എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്റെ ഇത്രയും പെർഫോം ചെയ്ത ഒരു സിനിമ എന്റെ അച്ഛനമ്മയും കാണണ്ടേ. ഉം. അപ്പൊ അങ്ങനെ കാണിച്ചപ്പം അച്ഛൻ അതിനകത്ത് ഒരു പ്രശ്നം എന്നുവെച്ചാൽ ഈ ഒരു രംഗങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം ഈ കമന്റ്സ് വരുന്ന രീതിയിലുള്ള ഒരു വിഷമം അച്ഛൻ ഉണ്ടായിട്ടില്ല. അച്ഛൻ അതിനകത്ത് എന്റെ പെർഫോമൻസ് നന്നായി പെർഫോം ചെയ്തു എന്നുള്ള ആ ഒരു അച്ഛന്റെ മോളാണ് ആ സ്ക്രീനിലുള്ളത് എന്നുള്ള സാധനം തന്നെ വിട്ടുപോയി. അച്ഛന് ക്യാരക്ടറായിട്ടാ ഷൈനീനെയാണ് അച്ഛൻ ത്രൂ ഔട്ട് ആ സിനിമയിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പല സീൻസും ഈവൻ ഉണ്ണിയേട്ടനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത്. അപ്പൊ അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനേ താല്പര്യമില്ല. അത് ഉണ്ണിയേട്ടനെന്നല്ല, ആർക്കും താല്പര്യമില്ല. എന്റെ മോള് ഇവിടെ എന്റെ കൂടെ ഇരുന്നാ മതി. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അച്ഛൻ ചെറുപ്പം മുതൽ പറയൂ മക്കളും അച്ഛന്റെ കൂടെ നിന്നാ മതി, കല്യാണം ഒന്നും കഴിപ്പിച്ചു കൊടുക്കൂല എന്ന് പറയും. എനിക്കായിരുന്നു ആഗ്രഹം കല്യാണം കഴിക്കണമെന്ന്. ഞാനായിരുന്നു വീട്ടിൽ കല്യാണം ഒന്നും നടത്തി തരുമോ, ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയായി എന്നൊക്കെ പറയും. അപ്പം ഉണ്ണിയേട്ടന്റെ കേസ് പറഞ്ഞപ്പോഴും വീട്ടുകാർ ഇങ്ങനെ ആയിട്ടില്ല, ഇപ്പം നോക്കണ്ട ഇച്ചിരി എതിർപ്പായിരുന്നു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സോഷ്യൽ മീഡിയാസിലൊക്കെ പുള്ളിയുടെ കൂടെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തു, നാട്ടുകാരെ മൊത്തം അറിയിച്ചു. ഇനിയിപ്പോ അവര് ബ്ലോക്ക് ആയല്ലോ, നാട്ടുകാരെ അറിയിച്ചു, ഫാമിലിനെ അറിയിച്ചു. ഞാൻ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉണ്ണിയേട്ടനായിട്ടുള്ള കുറെ ഫോട്ടോസ്, ഞങ്ങൾ ഹഗ് ചെയ്തിരിക്കുന്നൊക്കെ ഫോട്ടോസ്. ഇനി രക്ഷയില്ല. അച്ഛൻ ലോക്ക്. അപ്പം ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, എന്നിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. എൻ്റെ ഫാമിലിയിൽ ആരും എന്നോട് നേരിട്ട് ചോദിക്കുന്നില്ല. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വിഷമം പറയുന്നു, ഇങ്ങനെ അവരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മോളെ. ഞാൻ എഴുന്നിട്ട് അതിനെന്താ അവരാണോ നമുക്ക് ഇതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഷൗട്ട് ചെയ്യും. അതിനുശേഷം പിന്നെ അവര് പറയാനും പോലെ അവരുപദേശിക്കും, അതിനെന്താ മോള് സിനിമ ഞങ്ങളൊക്കെ കൂടെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പിന്നെ അവരെ ഉപദേശിക്കും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം എനിക്ക് നേരിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചെറുപ്പത്തിലും വന്നിട്ടില്ല. വീട്ടുകാരുടെ അടുത്തോട്ടുള്ള കളികളേ ഉള്ളൂ, നമ്മുടെ അടുത്തോട്ട് വരത്തില്ല അത്. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ, അത് ആ. വേറെ ഒന്നുമില്ല. ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിനൊക്കെ ഞാൻ ഭയങ്കര ഒരു പെറ്റ് പോലെയായിരുന്നു. ഓ, എനിക്ക് അങ്ങനെ ഒരു ജീവിതമേ ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂ. അല്ല, ഞാൻ ഭയങ്കര കുട്ടിക്കളിയും കാര്യങ്ങളും, ഞാൻ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പഠിത്തത്തിൽ മാത്രം ഇല്ല. ബാക്കി പഠിത്തം ഒഴികെ ബാക്കി എല്ലാത്തിലും ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ എപ്പോഴും ഒപ്പനയ്ക്ക് പോയി നിൽക്കും, ഒപ്പനയ്ക്ക് ബ്രൈഡായിട്ട് നിൽക്കും. അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല വേണ്ട, ഇപ്പൊ ബ്രൈഡായിട്ട് നമ്മൾ ഇരുന്നാ മതിയല്ലോ. കുട്ടികൾക്കാണല്ലോ പ്രാക്ടീസ്. കുട്ടികളുടെ പ്രാക്ടീസ് എന്നിട്ട് ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇറങ്ങും. ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് ബ്രൈഡായിട്ട് നീ എന്തിനാ പോകുന്നേ, പക്ഷെ അവരെ പഠിപ്പിക്കാനാ, പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. അപ്പൊ പക്ഷെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെന്നാണ് അവരെന്റെ അടുത്ത് അങ്ങനെയായിരുന്നു പെരുമാറിയേ പറയുള്ളൂ. അല്ല, ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ടീച്ചേഴ്സ് പാരന്റ്സ് മീറ്റിംഗിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പാരന്റ്സ് മീറ്റിംഗ് ഭയങ്കര മടിയായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പഠിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്, വേറെ ഒന്നും കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്, എല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇച്ചിരി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബുക്കെങ്കിലും ഒന്ന് സ്കൂളിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആകെ കേട്ടത്. ആകെ ഞാൻ അതേ കേട്ടിട്ടുള്ളൂ. ഒരു നല്ലൊരു കുട്ടിയെ ഞാൻ ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഞാൻ അറിഞ്ഞില്ല. ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല, വിഷമിക്കേണ്ടേ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ വിട്ടു. ഇനി കുടുക്ക് എന്ന് പറയുന്ന സിനിമ, അതില് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. കിച്ചുനെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. പക്ഷെ പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയി എന്നുള്ളത്. സത്യത്തിൽ കുടുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ആവാതെ പറ്റത്തില്ല എന്ന് രണ്ട് ഫ്രണ്ട്സ് ആയതാണ്. അയ്യോ അല്ല, അതെന്താണെന്നറിയോ, കിച്ചപ്പനെ ഞാൻ ഫസ്റ്റ് സെറ്റിൽ എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഫോട്ടോഷൂട്ട് വെച്ചു. എനിക്കോ കിച്ചുവിന് പിന്നെ സ്വാസിക, ഷൈൻ ടൗൺ ചാക്കോ, റാം, നമ്മൾ 5 പേർക്കും ഷൂട്ട് വെച്ചു. അപ്പോൾ ഞാൻ കിച്ചുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ കുറച്ചൊരു ആറ്റിറ്റ്യൂഡിലേക്ക്, എനിക്ക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് എടുക്കാറില്ല. അപ്പൊ ഞാൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ആണെന്ന് വിചാരിച്ചോട്ടെ, അപ്പൊ അവങ്ങ് നിന്നാ മതി എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് നിൽക്കാറുണ്ട്. അപ്പൊ എനിക്ക് ആ സെറ്റിൽ ആകെ എനിക്കറിയുന്ന സ്വാസികനെ മാത്രം. അപ്പൊ ഞാനും സ്വാസികയും കൂടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കിച്ചു വന്നപ്പോ ഞാൻ കിച്ചുവിനെ കണ്ട, ഹായ്, കിച്ചു ആണ് അതിനകത്ത് മെയിൻ ഹീറോ. എന്നിട്ടും ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ മോയ്സ്ചറൈസർ എന്തോ കയ്യിലിങ്ങനെ വെച്ചിട്ട്, ഇപ്പൊ കിച്ചു വന്ന് സ്വാസികനെ അടുത്ത് നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. കിച്ചു വന്നിട്ട് നായികയാണല്ലോ, പരിചയപ്പെടാൻ വന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു, ഹായ് ഞാൻ കിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ
സോറി കൈ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കിച്ചുവിന് എന്നെ പറ്റി ഭയങ്കര എന്ത് ആൾക്കാരെയാണ് ഉറപ്പല്ലേ രീതിയിൽ ഇതൊരു ജാടയാണ്. ബിലഹരി ഡയറക്ടറുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കിച്ചു അപ്പുറത്തിരിക്കുന്നു, ഞാൻ ഇപ്പുറത്തിരിക്കുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല. സ്വാസികയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബിൽഹരി എന്തോ ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആട്ടോ എന്ന് പറഞ്ഞ് ബിൽഹരി പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും വിട്ടു നിൽക്കുന്നേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും, എന്താ പറയാ, ഒന്ന് അടുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കെമിസ്ട്രി വർക്ക് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പൊ ഞങ്ങൾ കിച്ചു ആണെങ്കിലും ഇവളുടെ അടുത്ത് എങ്ങനെ നടക്കാനോ എന്ത് chemistry അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഷൂട്ടിന് വിളിച്ചപ്പം കിച്ചു പോയി. അതുവരെ ഞാനും കിച്ചു സംസാരിക്കുന്നൊന്നുമില്ല. വർക്കിന്റെ സമയത്ത് മാത്രം മിണ്ടിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് ഒരു പാട്ട് വെച്ചിരുന്നുണ്ട്. അപ്പോൾ പാട്ട് വെക്കുമ്പം നമ്മുടെ തമാശ മറ്റില്ലേ ഡർഗസ്തി, അപ്പൊ അതിനകത്ത് മറ്റില്ലേ ടങ് ടൺ ടടൻ ടൻ ടൻ പാട്ട് വെച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് ആ സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പുള്ളിക്കാരനും സെയിം സ്റ്റെപ്പ് ഇടുന്നു. അവിടുന്ന് പിന്നെ കമ്പനി ചെയ്താൽ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ചിരിച്ച് സംസാരിച്ചത്. പിന്നെ അവിടെ കുറെ ചെക്കന്മാരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർ വായ നോക്കി നിൽക്കും. അപ്പൊ ഞാൻ ആ പയ്യൻ കൊള്ളാല്ലേ എന്ന് പറയുമ്പോ കിച്ചു, നമ്മൾ കോളേജിലെ ഫ്രണ്ട്സ് ഇല്ലേ, പിന്നെ കിച്ചു എൻ്റെ കൂടെ കൂടിയിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക സെറ്റാക്കി തരിക. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ നോക്കി വെച്ച ചെക്കനെ അടുത്തിരിക്കുമ്പോൾ പുള്ളിക്കാരൻ കിച്ചു ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇരുത്തിക്കുക. അപ്പം നമ്മൾ കോളേജിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ, അതേപോലെ പിന്നെ അവിടെ നിന്നിട്ട് കിച്ചു ഞാൻ ഭയങ്കര സംസാരം. ഞങ്ങൾ എത്ര വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആയ പോലെ. ഷൈൻ എനിക്ക് ഓർമ്മയുണ്ട്. ഷൈൻ വന്നിട്ട് നിങ്ങൾ നമ്മൾ നേരത്തെ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 5 മിനിറ്റായി പരിചയപ്പെട്ടിട്ടെന്ന് പറഞ്ഞു. അത്രയും കമ്പനിയായി ഒറ്റ ദിവസം കൊണ്ട്. ഒറ്റ ദിവസം കുറച്ച് സമയം എടുത്തുള്ളൂ. ആദ്യം ഭയങ്കര ആറ്റിറ്റ്യൂഡാണെന്ന് വിചാരിച്ചു, പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ പുള്ളിയുടെ ഫാമിലി എൻ്റെ വീട്ടിലൊരു കുട്ടീനെ പോലെയാണ് കിച്ചു. എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും ഇങ്ങനെ ഫാമിലി മൊത്തം കിച്ചുവിനെ അറിയാം. അതേപോലെ തന്നെ കിച്ചുവിന്റെ ഫാമിലിയിലും ഞാൻ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആ വീട്ടിൽ ഞാൻ ഉണ്ടാവും. വിളിക്കണ്ടേ ഉണ്ടാവും. ഡേറ്റ് മാത്രം അറിയിച്ചു നേരത്തെ അങ്ങനെ. അപ്പൊ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സിനിമയിലെന്നല്ല, എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കിച്ചു. എനിക്ക് സിനിമയിൽ അധികം ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് കിച്ചു അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. അല്ല ഞാനത് ആദ്യം മനസ്സിലാക്കി. അതായത് ഞാൻ ഇങ്ങോട്ട് ആരും അടുക്കാനില്ല, ഞാൻ അങ്ങോട്ടും ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ചുറ്റും ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ഒത്തിരി പേര് നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഇൻ ടച്ചിൽ ആയിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ശരിക്കും വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു എക്സ്പെക്ട്? ഒരു അടുത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനത്തെ ഒരാളായിരിക്കണം, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ചുമ്മാ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റി, ജസ്റ്റ് ഫ്രണ്ട്സ്, എനിക്ക് അങ്ങനെ ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനത്തെ കാറ്റഗറൈസേഷൻ എനിക്ക് ഒന്നുമില്ല. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് ഫ്രണ്ട് എന്ന് പറയുന്നത് എല്ലാം കൂടെ ഇരിക്കുന്ന ആൾക്കാരും മതി. അപ്പോൾ ഞാൻ ഭയങ്കര ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് ഞാൻ ഒരു കണക്ഷൻ ഉണ്ടാവും, സംസാരിക്കും, അവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ളൊരു ഹായ് ബൈ ബന്ധം ഉണ്ടാവും. ഈവൻ ഞാൻ പറഞ്ഞില്ലേ ധ്യാൻ ചേട്ടനായിട്ട് എനിക്ക് തോന്നുന്നു 4ാമത്തെ സിനിമയാണ് അയ്യറിൻ അറേബ്യ. ധ്യാൻ ചേട്ടൻ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, കേൾക്കണ്ടാവേ. അറിയില്ല. ധ്യാൻ ചേട്ടനും ഞാനും ഉടലിന്റെ സമയത്ത് എനിക്ക് ധ്യാൻ ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് അയ്യറിൻ അറേബ്യ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുള്ളീൻ്റെ അടുത്ത് എന്തോ ഒരു ഷോട്ടിൽ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചപ്പം ഷോ പാവം മനുഷ്യൻ, ഈ മനുഷ്യനാണല്ലോ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാഗിക്കൊടുക്കുന്നത് ഇഷ്ടമാവുന്നേ. അല്ല, ഒന്നാമത് ആ ക്യാരക്ടർ ഷൈനി ഭയങ്കര ഇതിലിരിക്കുന്നു, പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണാ. ഇപ്പൊ ഞാൻ നേരെ തിരിച്ചു, ഞാൻ ലൊക്കേഷനിൽ ക്യാരക്ടർ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൈനിയാണ്. ഞാൻ ഷൈനിയാ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വാളെടുത്ത് വെട്ടുന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഷൈൻ ചേട്ടൻ കട്ട് പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഇരുന്ന് തമാശ പറയാം, എൻ്റെ അടുത്ത് തമാശ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരും പുള്ളിയുടെ അടുത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകില്ല, ഞാൻ മാറി എവിടെയെങ്കിലും ഇരിക്കും, ആ പ്രദേശത്തേക്ക് പോകില്ല. അപ്പൊ ഇങ്ങനെ ധ്യാനമായിട്ട് ഇത് വെച്ചിട്ടാണോ രാത്രി ആ സീനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇന്റിമേറ്റ് തന്നെ വരുമ്പോ ഞാൻ വേറെ ആള് അല്ല, ധ്യാൻ ചേട്ടനായിട്ട് എനിക്ക് ഉടലിന്റെ സമയത്ത് എനിക്ക് ധ്യാൻ ചേട്ടനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ധ്യാൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ ഞാൻ ആ ക്യാരക്ടറിൽ ഇരിക്കുമ്പോ പുള്ളി ദുർഗ എന്തുണ്ട് മോളെ എന്ന് പറയും, സോറി കേട്ടോ, പുള്ളി ചെയ്യുന്ന കാര്യം ദുർഗ എന്തുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോ എനിക്ക് ഉള്ളിൽ ഭയങ്കര ദേഷ്യം വരും, ഇയാളെന്തെങ്ങനെ കണ്ടുവിടുന്നു. അപ്പൊ ഞാൻ മാറിയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അയ്യറിൻ അറേബ്യയിൽ എത്തിയപ്പം ഒരു കാര്യമുണ്ട്, ആ സിനിമ ഉടല് കഴിഞ്ഞിട്ട് എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് സത്യം പറഞ്ഞ എനിക്ക് ഉള്ളിലൊരു ദേഷ്യം എനിക്ക് ഇഷ്ടമല്ല തന്നെ ശല്യപ്പെടുത്തിയത്. എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് ആ ഒരു സാധനം ദേഷ്യം ഉണ്ടായിരുന്നു. ഉടല് കഴിഞ്ഞ്
പിന്നീട് ധ്യാൻ ചേട്ടന്റെ പടം വന്നപ്പോ ധ്യാൻ ചേട്ടനാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല. അയ്യറിൻ അറബിയാണോ അല്ല, വേറെ? അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോ അയ്യർ ഇൻ അറേബ്യ, പിന്നെ ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ ഓക്കെ ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടോ. അപ്പോഴും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ധ്യാൻ ചേട്ടൻ വരും, സംസാരിക്കും, അങ്ങനെ ഒന്നും എടുക്കാനൊന്നും പോണ്ട, മാറിയിരിക്കണം എന്നൊക്കെ നോ പറഞ്ഞിട്ട് ഫ്രണ്ട്സ്, നോ ഫ്രണ്ട്സ്, നമ്മളില്ല. ഇല്ല. ആ. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പം സെക്കൻഡ് ഷെഡ്യൂൾ ആയ സമയത്ത് അയ്യർ ഇൻ അറേബ്യ സെക്കൻഡ് ഷെഡ്യൂൾ ദുബായില് ധ്യാൻ ചേട്ടനും ഞാനും കൂടെ ഉള്ള കുറെ ആ. സീൻസിൽ അപ്പൊ ഞങ്ങൾ കുറെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയ്യോ ഈ മനുഷ്യനാണോ ഞാൻ ഇങ്ങനെ ദേഷ്യം വെച്ചോണ്ടിരുന്നത് എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്നിട്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് ഇതൊന്നും അറിയുന്നില്ല. പുള്ളി ഞാൻ എന്റെ മനസ്സിൽ ഇതൊക്കെയാണെന്നൊന്നും ഉടല് കഴിഞ്ഞു അയ്യർ ഇൻ അറേബ്യ അഭിനയിക്കുമ്പോഴും പുള്ളിക്ക് അറിയണില്ല. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ പുള്ളി ഷോർട്ടിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കണ്ണിന്റെ അര കണ്ടുകൂടെ കേട്ടോന്ന് പറഞ്ഞു. പുള്ളി ആകെ എന്താ ഞാനെന്താ ചെയ്തു? പുള്ളി ഭയങ്കര ഷോക്കായി. ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാൻ ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു ഉടലിന്റെ സമയത്ത്. അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ അറിഞ്ഞു ഒരിക്കലും ധ്യാനിനെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതുവരെ അതായത് ഉടലില് സ്റ്റാർട്ടിങ് ടൈമിലും ധ്യാൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് അറിയുന്ന ആളാണല്ലോ. അതായത് എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ആ. എനിക്കറിയാം. വിമാനം കഴിഞ്ഞ് ഞാൻ പിന്നെ കുട്ടിമാമ ലവ് ആക്ഷൻ പുള്ളിക്കാരൻ സംവിധാനം ചെയ്തതും പുള്ളിക്കാരന്റെ ഒപ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് എന്നൊക്കെ ഉള്ള ധൈര്യത്തിലാണ് ഞാൻ ഉടലിൽ പോയത്. ഞാൻ ആ ധൈര്യത്തിലായി ഉടലിലൊക്കെ വിളിച്ചേ. നമ്മൾ അറിയണ കുട്ടി, നമ്മുടെ ചെയ്യണ കുട്ടി ഒരുമിച്ച് നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ധ്യാൻ വന്നേ. അതെ, തകർത്ത് കളഞ്ഞു. അതെ, അവിടെ നിന്ന് എത്തി. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇതാക്കുമ്പോ എനിക്ക് ആളത് വേറെ ഒന്നുമല്ല. ആള് നല്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്നോടുള്ള ആ ഒരു അടുപ്പം കൊണ്ടാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഷൈനി ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ പുള്ളീനെ എന്റെ ശത്രുപക്ഷത്തേക്ക് മാറ്റി വെച്ച് ഞാൻ മാറിയിരിക്കും. പുള്ളിക്കാരന്റെ കൂടെ ഇരിക്കേണ്ട, എന്റെ മൂഡ് മാറും എന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാൻ തുടങ്ങി. അയ്യർ ഇൻ അറേബ്യയിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. സെക്കൻഡ് ഷെഡ്യൂൾ എത്തിയപ്പോഴാണ് ഞാനും മറ്റേ എന്റെ ഐസ് അങ്ങ് മെൽറ്റായി. പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കണ്ണിന്റെ ഇര കണ്ടുകൂടായിരുന്നു എന്നൊക്കെ. അപ്പം പുള്ളിക്കാരൻ ഭയങ്കര ഷോക്കായി, ഞാൻ എന്താണ് ചെയ്തേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ ആളും അപ്പോഴാണ് ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നത്. അങ്ങനെ ആയിരുന്നോ? പുള്ളിക്കാരൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല. പുള്ളിക്കാരൻ തമാശയാക്കുന്ന, എല്ലാവരുടെ അടുത്തും തമാശ പറയണ ആൾക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പ്രശ്നമാണ്, ഞാൻ ക്യാരക്ടറിൽ ഇരുന്നോണ്ട് എനിക്ക് ദേഷ്യം വന്നതാ. അപ്പൊ അതിനുശേഷം പിന്നെ ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാവം ചേട്ടൻ. ഇത് സിനിമ അതില് കാര്യങ്ങളൊക്കെ. പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെയൊക്കെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അത് അമ്മ ആയിരുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗേർഡ് ആവാറുണ്ട്. അങ്ങനെ ദുർഗ ട്രിഗർ ചെയ്ത കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന, അപ്സെറ്റ് ആവുന്ന, എന്തും അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം സിനിമയിലാണ്. റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ എനിക്ക് ഇപ്പം ഞാൻ അതായത് ഞാൻ എല്ലാ വ്യക്തികൾക്കും ആ ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ്. തിരിച്ചെൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ആ ഒരു റെസ്പെക്റ്റോടല്ല എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അത് സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും അതെന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. എന്താണ് ഞാൻ അത്രയും നന്നായിട്ടല്ലേ അവരുടെ അടുത്ത് പിന്നെ അവരെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് അപ്പം പൊങ്ങിയിരിക്കും. അപ്പം ഞാൻ പിന്നെ ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരിക്കും. അങ്ങനെ ചെയ്യുന്നിടത്ത് ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡായിരിക്കും. അത് റിയൽ ലൈഫിലാണെങ്കിലും ഈവൻ ഫാമിലിക്കകത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും. തരാനുള്ള ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തന്നേക്കണം അല്ലേ? ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതെ അതെ, അതിൽ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം. പിന്നെ അതല്ലാതെ ട്രിഗർ ചെയ്യുന്നത് ഇതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. അതായത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിൽ എവിടെയെങ്കിലും ഒരു കോട്ടം കിട്ടുന്നു എന്ന് തോന്നുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത് ട്രിഗർ ചെയ്യിക്കും. റിയാക്ട് ചെയ്യോ? ഞാൻ റിയാക്ട് ചെയ്യും. എങ്ങനെ റിയാക്ട് ചെയ്യും? ഞാൻ ചൂടാവോ? ഞാൻ ചൂടാവും. പിന്നെ ചൂടാവുക മാത്രമല്ല, ഞാൻ ഒരാളെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഭർത്താവിനെയാണോ? അയ്യോ അല്ല, ആരതല്ലേ? അതും ഈ ഷൈനിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഉടല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കാണാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. യു വേ ഷൈനി. അത് സിനിമ കഴിഞ്ഞ് പാക്കപ്പ് ആയി കഴിഞ്ഞിട്ടും ഷൈനി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഷൈനി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഷൂട്ടിംഗ് സമയത്താണെങ്കിലും നമ്മൾ റൂമിൽ നിന്ന് രാവിലെ ഇറങ്ങി നേരെ പോകുന്നത് ലൊക്കേഷനിൽ. കുറെ ഒരു കുപ്പി ചോര എൻ്റെ തലയിൽ കൂടി ഇരുന്ന് ഒഴിക്കുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കയ്യിൽ പൊള്ളല്, ഒരു കയ്യിൽ വേറെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഓൾ ഡേ ആ ഷൂട്ടിംഗ് കഴിയുന്ന അത്രയും ദിവസം വേറെ എവിടെയും നമ്മൾ പുറത്തായിട്ട് ആരടുത്തും പോകുന്നില്ല. ഞാൻ രാവിലെ എണീറ്റ് പോവും, രാത്രിയാകുമ്പം തിരിച്ച് റൂമിലേക്ക് വരും. അപ്പോൾ ആരുമായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനോ കാര്യങ്ങളോ നടക്കുന്നില്ല. മൊത്തം ഫുൾ ടൈം ഞാൻ ഷൈനിയാണ്. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമിൽ പോകുന്നത്. മൊത്തം ഈ ഒരു ഗെറ്റപ്പിൽ നിൽക്കുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം സിനിമ മൊത്തം കഴിഞ്ഞിട്ടും
എൻ്റെ ഉള്ളിൽ ഷൈനി, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഷൈനി തിരിച്ച് എൻ്റെ കൂടെ അങ്ങ് ഒരു ബാധ പോലെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറിയപ്പം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഉണ്ണിയേട്ടൻ, എൻ്റെ ഡോഗ്സ്, എൻ്റെ അനിയൻ, ഇവരാരും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും എൻ്റെ ആൾക്കാരല്ല. ഷൈനിയാണ്. എൻ്റെ കിരൺ, എൻ്റെ ചാച്ചൻ, ഇവരൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയൊക്കെ, എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നുക. അതായത് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റുക. എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പം കിച്ചപ്പനടുത്തൊക്കെ ഞാൻ ചുമ്മാ വഴക്കിടും. പിന്നെ ആ കിച്ചപ്പൻ എന്നെ നന്നായിട്ട് അറിയുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ എപ്പോൾ നെട്ടിട്ട് പോയെന്ന് തോന്നിയാൽ മതി. ഈവൻ എൻ്റെ ഹസ്ബൻഡും, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അകറ്റി നിർത്താൻ തോന്നി. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി, എൻ്റെ കൂടെ ആരുമില്ല എന്ന് സ്വയം ഞാൻ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ഒറ്റയ്ക്കായി എല്ലാരും ഓടിച്ചു വിട്ടിട്ട് എന്നിട്ട് ആരെ തല്ലി? അല്ല ഇത് അപ്പൊ അങ്ങനെ ഒരു മൂഡിലിരിക്കുക. ഹസ്ബൻഡ് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്നെ കുറേ ട്രാവൽ ചെയ്യിപ്പിക്കാനും ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാനൊരു സലൂണിൽ, അപ്പം എനിക്ക് തന്നെ മനസ്സിലായി എന്താ എൻ്റെ പ്രശ്നം. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഓക്കെ അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു. പോകെ പോകെ എന്താണ് ഷൈനി ഉള്ളിലിരിക്കുന്നതാണെന്നുള്ള കാര്യം അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഷൈനിയുടെ മറ്റേ ലുക്കെല്ലാം ഒന്ന് മാറ്റാം. കാരണം ഞാൻ ഷൈനിയുടെ ലുക്കിലാണ് ഇരിക്കുന്നത്, ഹെയർ മൊത്തം കളറൊക്കെ മാറി. അപ്പം ഞാൻ വെച്ചു ആദ്യം അപ്പിയറൻസ് മാറ്റണം, ഷൈനിന് മാറണം, ദുർഗയിലേക്ക് പോകണം എന്ന് വെച്ചിട്ട് ഞാനൊരു സലൂണിൽ പോയി മുടി കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ സലൂണിൽ ചെയ്യുന്ന ആൾക്ക് അവൻ പറയുന്ന ഭാഷ എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയണ അവനും മനസ്സിലാവുന്നില്ല. അവൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കളർ ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പുള്ളിക്കാരൻ വേറെ എന്തോ ബ്ലീച്ച് എന്തോ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം എൻ്റെ മുടിയിൽ വെച്ചു. പിന്നെ അത് കഴുകി കഴിയുമ്പോൾ ഞാൻ കണ്ണ മുടി ഇങ്ങനെ വരുന്നതാ. ഞാൻ ഒരു സമയം ഞാൻ ഇത്ര ഷോർട്ടാക്കി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മുടി ഡാമേജ് ആയിട്ടാ. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എനിക്ക് എൻ്റെ ഉള്ളിലെ ഷൈനി ഉണർന്നു. ഞാൻ 2 അടി അവന് അപ്പം തന്നെ അവനവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അല്ല മുടി ഫുള്ള് പോന്നു. പിന്നെ ഇങ്ങനെ വന്നു മറ്റേന്നിട്ട് റബ്ബർ പോലെയൊക്കെ. ഞാൻ ചിലരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് നേരിട്ട് അനുഭവിച്ചൊരാളെ ഞാൻ ആദ്യമായിട്ട്. ഞാൻ വീഡിയോസ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പൊ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു. എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. അപ്പൊ അതാണ് ഷോർട്ട് ഹെയർ കട്ടിന് ഹെയർ പിന്നിൽ. ആക്കിയത്. പക്ഷെ അതോടുകൂടി ഷൈനി ഇറങ്ങിപ്പോയി, മറ്റേ ആള് തിരിച്ചു വന്നില്ലേ? അത് കുറച്ച് കഴിഞ്ഞപ്പം ഷൈനി പിന്നെ പോയി. 2 അടി ഒരു തന്നെ കൊടുക്കാൻ പറ്റിയപ്പോ ഒരു സമാധാനം. ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണില്ല. ഇനി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നല്ല തിക് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ എത്രത്തോളം ശ്രമിക്കും? എൻ്റെ അതെ ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. ഞാൻ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പം എൻ്റെ ഉള്ളിലുള്ള ഒരാളായിരിക്കും, എൻ്റെ ഹൃദയത്തിലുള്ള വെക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ ഫ്രണ്ട്. അപ്പം ഞാൻ കാണുന്ന പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് കമ്പനി ആയി കഴിഞ്ഞാൽ എല്ലാവരും കയറിയിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് വെക്കില്ല. വളരെ ചൂസ് ചെയ്തിട്ട് ഞാൻ വെക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിച്ച സമയം തൊട്ടിട്ട് എനിക്കുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരുള്ളൂ. പക്ഷെ ആ ഉള്ള ആൾക്കാർ, എനിക്ക് സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അതല്ലാതെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ എനിക്കത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എനിക്ക് എല്ലാ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ബന്ധങ്ങൾക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം എന്നിലുള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. എന്നെ അല്ലെങ്കിൽ ഞാൻ കൂടെ കൂട്ടിയ ആൾക്കാർ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതെൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതല്ലാത്ത ബന്ധങ്ങളൊക്കെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. എന്നും കൂടി എക്സസിനൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതില്ല. പ്രിയങ്ക ചോപ്ര പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ കാര്യങ്ങൾ ബുക്ക് തിരിച്ചു വായിക്കില്ല. ഇനി നമ്മുടെ പുതിയ സിനിമ, ഇപ്പൊ അയ്യർ ഇൻ അറേബ്യ സിനിമ ഇറങ്ങിയ പുറകെ തന്നെ ഓഫ്കോഴ്സ് ഇപ്പൊ റിവ്യൂസ് അപ്പൊ തന്നെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ കണ്ട ഒരു റിവ്യൂ, 1-2 റിവ്യൂസിൽ പറയുന്നത് എന്തിനാണ് ഇതൊരു ക്ലീഷേ സിനിമയാണ്, ഇങ്ങനത്തെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ റിവ്യൂസ് അതിനെക്കുറിച്ച് ഇടുന്നുണ്ട്. ഒരു സിനിമ നമ്മൾ നന്നായി അഭിനയിച്ചു, പുറത്തിറങ്ങി, അത് കഴിഞ്ഞ് ആളുകൾ ഇനി കാണണ്ടെന്ന് ഓർത്തിട്ടുള്ള ഇത്തരം റിവ്യൂസ് കണ്ടു കഴിയുമ്പോൾ സത്യത്തിൽ അതിലെ ഒരു നായിക എന്ന നിലയിൽ ആ ആത്മരോഷം എങ്ങനെയാണ് വരുന്നത്? സത്യത്തിൽ എന്താ തോന്നുന്നത് അത് കാണുമ്പോൾ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം അയ്യർ ഇൻ അറേബ്യ മിക്സഡ് റിവ്യൂസ് ആണ്. കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. പടം കണ്ടിട്ട് ഒരുപാട് പേര് കാരണം ഇപ്പം എല്ലാം ഭയങ്കര ഒരു സീരിയസ് സബ്ജക്ട്സ് ആണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ മൊത്തം ഭയങ്കര സീരിയസ് സബ്ജക്റ്റാണ്. അപ്പൊ അതിനകത്തു നിന്നൊന്ന് മാറി ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊന്ന് മനസ്സമാധാനത്തോടെ ചിരിക്കാൻ, ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ട ഒരു സിനിമയൊന്നും അല്ല അയ്യർ ഇൻ അറേബ്യ. അപ്പൊ അങ്ങനെ കുറെ പേര്, ഫാമിലിക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബാഡ് റിവ്യൂസ് അല്ലെങ്കിൽ
ഇപ്പം ഈ പറയുന്ന പോലെ റിവ്യൂസ് ഇടുന്ന ആൾക്കാർ, യൂട്യൂബിൽ കുറേ റിവ്യൂസ് ഇടുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ബാഡ് നെഗറ്റീവ് റിവ്യൂസ് കാര്യം ഞാൻ എല്ലാം ചെയ്യാം. എല്ലാം എന്ന് വെച്ചാൽ എന്ത് സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ Review റിവ്യൂസ് നോക്കാറുണ്ട്. അപ്പം നോക്കുന്ന സമയത്ത് ബാഡ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം എനിക്ക് അതെന്നെ വലിയ രീതിയിലെങ്ങും എഫക്ട് ചെയ്യത്തില്ല, എഫക്ട് അവിടെ ചെയ്യുന്നില്ല. എത്തി. അതായത് ഞാനത് ബോധർ ചെയ്യുന്നേ ഇല്ല. ഇപ്പം ആളുകൾ സിനിമ കാണട്ടെ എന്നുള്ളത്, ഞാൻ ഒരിക്കലും ഒരു റിവ്യൂ നോക്കിയിട്ടല്ല സിനിമ കാണാൻ പോവാറ്. പക്ഷെ റിവ്യൂ നോക്കിയിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം മാത്രം, ഇത് സിനിമേനെ എഫക്ട് ചെയ്യോ, അത് സിനിമ ആളുകളിലേക്ക് കൂടുതൽ എത്താതിരിക്കോ എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളതല്ലാതെ അയ്യോ എൻ്റെ സിനിമയെ പറ്റി മോശം പറയുന്നു, എൻ്റെ പെർഫോമൻസിനെ പറ്റി മോശം പറയുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചിന്തയില്ല. ഇപ്പൊ എനിക്കൊരു സിനിമയുടെ ഒരു തോൽവി അല്ലെങ്കിൽ വിജയം ഇതൊന്നും ബോധറിയിക്കുന്നില്ല. അതിപ്പോ ഇപ്പൊ അങ്ങനെയാണ്. മുമ്പൊക്കെ ഇറ്റ്സ് വിഷമമുണ്ടാവും. അബൌട്ട് ദുർഗയുടെ പെർഫോമൻസ്. ആ ഇനി ഉടൽ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്ന കുടുക്ക്, അങ്ങനെ സിനിമകളെല്ലാം ചെയ്തിട്ട് ഉടലും അയ്യറിൻ അറേബ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ദുർഗ എനിക്ക് മനസ്സിലായിടത്തോളം ക്യാരക്ടേഴ്സ് നോക്കി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അതിന്റെ സ്റ്റാർ കാസ്റ്റ് ഉഗ്രനാണ്, ഉം. ഭയങ്കര രസമാണ്. കാരണം ഉർവശി ചേച്ചി, മുകേഷ് മുകേഷ് ഏട്ടൻ. ഏട്ടൻ, ആരൊക്കെ അതിൽ ഉള്ളത്, ആരൊക്കെ ഇല്ലാത്ത അതുപോലൊരു കാസ്റ്റ്. അതിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ദുർഗയുടെ ഒരു ഈ സിനിമ ഞാൻ ചെയ്യും ഫാക്ടർ എന്തായിരുന്നു? അല്ല, ഇപ്പം ഇതിന്റെ ഡയറക്ടർ നിഷാദ്, എം എ നിഷാദ് ഇക്ക കഥ പറയാൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു ആക്ടറും കൂടി ആയതുകൊണ്ട് പല സീൻസും അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആള് കഥ പറയുന്ന സമയത്ത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു, നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാവം കുട്ടിയായിട്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഹ്യൂമർ ചെയ്യാന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് എല്ലാം പെർഫോം ചെയ്താലും ഹ്യൂമർ അത് അത്ര ഈസി, എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫായിട്ട് ചെയ്യാൻ അതെ പറ്റുന്ന കാര്യമാണ് ഹ്യൂമർ. നമുക്ക് അതെ എല്ലാവർക്കൊണ്ടും ഇപ്പൊ രസിപ്പിക്കാൻ, മറ്റൊരാളെ നമ്മളോട് രസിപ്പിക്കാൻ പറ്റുന്ന നിസ്സാര കാര്യമല്ല. അപ്പൊ എനിക്ക് അത്തരം ഒരു സാധനം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ഒന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്തു, കാരണം എനിക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടി എനിക്കത് അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലാണ് എന്നെ കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അയ്യറിൻ അറേബ്യ ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ചിൽ ചിൽ എന്ന് അതെ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം, ഇപ്പം എനിക്കത് ചെയ്തു നോക്കണം. ഹ്യൂമർ ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, എന്നെ കൊണ്ട് അത് പറ്റുമോ, വർക്ക് ആവോ എന്നുള്ളൊരു കാര്യം അറിയണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അയ്യറിൻ അറേബ്യ ഓക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഉർവശി മുകേഷ് ഏട്ടൻ, ഈ രണ്ട് കാര്യം അതൊരു ലോട്ടറി പോലെ അയ്യോ ആ അവരുടെ കാസ്റ്റ് കൂടെ അങ്ങനെ കിട്ടും. പ്രത്യേകിച്ച് ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇത് സ്വീറ്റാന്നറിയോ, ഭയങ്കര ക്യൂട്ടാ. ഞാന് ഇപ്പം മൂവി റിലീസായ സമയത്ത് പടം കാണുമ്പം എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം എൻ്റെ ഓഡിയൻസിലായിരുന്നു. ഇവർ ചിരിക്കുന്നുണ്ടോ, എനിക്ക് എന്താ പറയുക, മുഴുവനായിട്ടിരുന്ന സിനിമയിൽ മാത്രമല്ലായിരുന്നു ഞാനിരുന്നത്. എനിക്ക് മൊത്തം ഞാൻ എൻ്റെ സറൗണ്ടിങ്സിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ഏത് സീനിലൊക്കെയാണ് ചിരിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തിയേറ്റർ വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം എനിക്ക് ആ പടം കാണേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ അങ്ങ് മുഴുകി, ഞാൻ എന്നെയല്ല നോക്കുന്നത്, ഞാൻ ഉർവശി ചേച്ചിനെ നോക്കിക്കൊണ്ട്, ഞാൻ എന്നിട്ട് എൻ്റെ അനിയനുണ്ടായിരുന്നു, ഞാൻ ചേട്ടാ എന്ത് ക്യൂട്ടാടാ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചിയും മുകേഷ് ഏട്ടനും ഒരു റീസൺ ആണ്. എന്റെ ക്ലീശ ചോദ്യം, ക്ലീശ ചോദ്യം, പേടിയാണ്. എന്താ അതെ, ഇല്ലില്ല, നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്ന് ഓർത്തു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പൊ ഞാൻ ധ്യാൻ, മുകേഷ് ഏട്ടൻ, ഉർവശി ചേച്ചി, ഇവരെ ഏറ്റവും ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉർവശി ചേച്ചിയുടേത് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കും ചേച്ചിയുടെ അടുത്ത്. അതായത് എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്തല്ല, അപ്പം ചേച്ചി ഞാനും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ എന്തൊക്കെയോ സംസാരിക്കും. അപ്പം ഞാനും ചേച്ചിയുള്ള സീൻസിലൊക്കെ വരുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഷോർട്ട് കട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗ്യാപ്പിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. ചേച്ചിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെ മാറുന്ന കാര്യം എനിക്കത് വളരെ ആവശ്യമായിരുന്നു. കാരണം ഷൈനിന്ന് മാറാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേച്ചിയാണെങ്കിൽ ഒരേ ദിവസം തന്നെ 2 ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്, 2 സിനിമകളൊക്കെ ചെയ്യും. അപ്പൊ നിസാരമായിട്ട് അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് അങ്ങനെ കുറെ കോൺവെർസേഷൻ ചേച്ചിയായിട്ട് നടന്നു. അപ്പൊ അതൊരു ഉർവശിയായിട്ടുള്ള എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞു തന്നെ, എന്താ എങ്ങനെ മാറാനാ പറഞ്ഞേ? എങ്ങനെ മാറണം അല്ല, ചേച്ചി അത് അപ്പൊ ആദ്യം ഒരു സിനിമ അറ്റ് എ ടൈം 2 ക്യാരക്ടേഴ്സ് ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് ഇന്ന സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക്. അപ്പൊ ചേച്ചി പറഞ്ഞു അത് ചേച്ചി ക്യാരക്ടർ അത് കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു പറഞ്ഞു. ഇതേ ചോദ്യം ഞാൻ ഇന്ദ്രൻ ചേട്ടനോടും ചോദിച്ചു. ഇന്ദ്രൻ ചേട്ടനും അതാ പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാന്നുള്ളത് എനിക്കറിയാം, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഉപേക്ഷിക്കണം എന്ന് മനസ്സിലായി. ഉപേക്ഷിക്കണം, പക്ഷെ അത് എങ്ങനെയാ പറ്റണേ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല.
അപ്പം അത് കഴിഞ്ഞ് ധ്യാൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ധ്യാൻ ചേട്ടനും ഞാൻ പറഞ്ഞില്ലേ ആ. ഞാൻ ധ്യാൻ ചേട്ടനായിട്ട് സംസാരിച്ചു എൻ്റെ ഉള്ളിലുള്ള എനിക്ക് ദേഷ്യമായിരുന്നു ഇഷ്ടമല്ലായിരുന്നു അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫായിട്ട് തോന്നി അയ്യോ ഇത്രയും പാവം മനുഷ്യനായിരുന്നു ഈ പാവം മനുഷ്യന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കണം എന്ന് ഓർക്കുക. ഇങ്ങനെ ഫോൺ വിളിച്ചാൽ തന്നെ കിട്ടാൻ പാടാണ്. അർപ്പിതയും മോളും ഒക്കെ വിളിക്കുന്ന സമയത്ത് പേടിച്ച് ഫോൺ എടുക്കുവോ അതോ തോന്നുമ്പോ തിരിച്ചു വിളിക്കത്തേ ഉള്ളോ? കണ്ടിട്ടുണ്ടോ? ധ്യാൻ ചേട്ടനെയാണോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. ചോദിക്കണം, ഭാര്യയുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ എന്നൊക്കെ. പിന്നെ മുകേഷ് ചേട്ടൻ. മുകേഷ് ഏട്ടൻ്റെത് ഈ ഡെസേർട്ടിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമുക്കൊരു ടെന്റ് ഉണ്ട് ഉം. ടെന്റിലാണ് എല്ലാവരും ഇരിക്കുക ഉം. ആ സമയത്ത് മുകേഷ് ചേട്ടൻ ഇങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിച്ചത് ഇവരുടെ പണ്ടത്തെ കുറേ ജോക്സ് കാര്യങ്ങൾ ഈവൻ ഒരു വിശേഷിൻ്റെയും ഒരു വിശേഷിനെ കുറെ പറ്റിച്ചിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് മുകേഷ് ചേട്ടൻ കുറേ കഥകൾ പറഞ്ഞിരുന്നു അത് പിന്നെ ഷൈൻ ചേട്ടൻ്റെത് ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഷോട്ടിൽ ഡയാന ഹമീദ് ഉണ്ടായിരുന്നു ഉം. അപ്പം ഷോട്ടിൽ ഞാൻ റെഡി ആവുന്ന സമയത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇതൊരു ജ്യൂസ് ചായക്കടയിലോ അങ്ങനെ ജ്യൂസ് പാർലറോ ചായക്കട എവിടെയോ ആയിരുന്നു ചായക്കടയാണെന്ന് തോന്നുന്നു ദുബായിൽ അപ്പോൾ അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആയിട്ട് വരുമ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ആ. അപ്പൊ ഞാൻ എന്താണ് ഞാൻ പുതിയതായിട്ട് ഇങ്ങനെ കയറി വരാം എനിക്ക് കാര്യം ഒന്നും അറിയില്ല ഞാൻ എന്താ എന്താ എല്ലാവരും ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ദുർഗയ്ക്ക് ചായ വേണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചായ കുടിക്കില്ല അപ്പം ഞാൻ എന്താ കുടിക്കാത്ത മേടിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ ഡയാന ഒരു തവണ കാപ്പി ഓർഡർ ചെയ്തു കാപ്പി ഓർഡർ ചെയ്തപ്പം ഡയാന ഒരു സിപ്പ് കുടിച്ചു അടുത്ത സിപ്പ് എടുക്കുമ്പോഴേക്കും ഷൈൻ ചേട്ടൻ്റെ ചായയും കൂടെ കാപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചു പോയി ഡയന വീണ്ടും കാപ്പി ഓർഡർ ചെയ്യുന്നു ഷൈൻ ചേട്ടൻ തന്നെ ഡയനക്ക് കാപ്പി കുടിക്കാനേ പറ്റുന്നില്ല ആള് കാപ്പിയും ചായയും കൂടെ മിക്സ് ചെയ്ത് വെക്കും ഷൈൻ ചേട്ടൻ്റെ ചായ ആളുടെ കാപ്പിയിലേക്ക് ഒഴിച്ചു വെക്കും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് ഒരുപാട് തവണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഡയനക്ക് കാപ്പി കുടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ നമ്മളുടെ ഒരു ടീം മൊത്തം ഇരിക്കുന്നുണ്ട് ടേബിളിന് ചുറ്റുമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ഇനി അടുത്ത ടാർഗറ്റ് ഞാൻ അപ്പൊ എന്നോട് ചായ മേടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മേടിക്കും ഞാൻ പറഞ്ഞു വേണ്ട എനിക്കിതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഭയങ്കര അല്ല എനിക്കിത് അറിയില്ല ഞാൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് എനിക്ക് വേണ്ട ചായ വേണ്ട ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കാം അപ്പോഴാണ് ഇവർ ഈ കാര്യം പറഞ്ഞത് അപ്പൊ ഇനി അടുത്ത ദുർഗ മേടിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മറ്റേ ടേബിളിൽ കുറച്ച് റഫായിട്ട് ഞാൻ ക്യാരക്ടർ കയറിയിട്ടിട്ട് വേറൊരു പരിപാടിയാ ടേബിളിൽ കുറച്ച് ഞാൻ റഫായിട്ട് ദുർഗ ചായ മേടിച്ചിട്ടുണ്ടെങ്കിൽ ദുർഗ ചായ കുടിക്കും എന്നൊക്കെ അങ്ങനെ ഒരു ഡയലോഗ് കടിച്ചപ്പോ അങ്ങനെ ഒരു ദുർഗുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പം ഇവരെല്ലാരും കൂടെ ഭയങ്കരമായിട്ട് ചിരിച്ച് കൈയടിച്ച് ഷൈൻ ചേട്ടൻ പെട്ടെന്ന് ഷൈനെയൊക്കെ അങ്ങനെ പൊറോട്ടാക്കാൻ പറ്റുമോ മമിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ ഷൈൻ ചേട്ടനെ ആയിട്ട് അത്രയും കമ്പനി ഒന്നും അല്ല അല്ല അതിനി എടുത്ത് പറയണ്ടല്ലോ ഞാൻ ആരുമായിട്ട് വലിയ കമ്പനി ഒന്നുമല്ല ഞാൻ അഭിനയിക്കുന്നു ക്യാരക്ടർ ആയിരുന്നു തിരിച്ചു വരുന്നു അതല്ലേ കാരണം ധ്യാൻ ചേട്ടനെ ആണ് ഉടലിന്റെ സമയത്ത് ധ്യാൻ ചേട്ടൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താടി ഇതൊക്കെ ചോദിച്ചിട്ട് വരുമ്പോ തന്നെ ഞാൻ പുള്ളിക്കാരനെ മാറി നിൽക്ക് എനിക്ക് താല്പര്യമില്ല അപ്പൊ ഷൈൻ ചേട്ടനായി എങ്ങനെയായിരിക്കും നല്ല രസമായിരിക്കും കുറെ കണ്ടന്റ് നഷ്ടപ്പെട്ടു അവിടെ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളൂ. മുകേഷ് ചേട്ടൻ യൂഷ്വലി എല്ലാ സെറ്റിലും പറ്റിക്കാറുണ്ട് പണി തരാറുണ്ട് കളിയാക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദുർഗയ്ക്ക് ഒന്നും കിട്ടിയില്ലേ? എനിക്ക് ചീത്ത കിട്ടിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒരു കോൺവെർസേഷൻ ഇല്ലേ ടെന്റിന്റെ ഉള്ളിലുള്ള കോൺവെർസേഷൻ അങ്ങനെ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ഇവര് കുറെ കഥകൾ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ കഥ കേൾക്കുന്നതിന്റെ എന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പീരിയൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടും പഠിക്കാം. എനിക്കത് മാത്രം അറിയാൻ മതി വേറെ ഒരു കഥകളും എനിക്ക് കേൾക്കണ്ട അപ്പൊ എനിക്ക് ഉപയോഗം അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാം ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് അവിടെയും അപ്പൊ ഉർവശി ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഹായ് ചേച്ചി കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചോദിച്ചു ചേച്ചി എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പോയി ചോദിക്കാം അപ്പൊ ഇതേ തന്നെ മുകേഷ് ചേട്ടന് നമ്മളെല്ലാരും കൂടി ഇരിക്കുമ്പോൾ മുകേഷ് ചേട്ടൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും കിട്ടും എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടും ഇങ്ങനെ ഇരുന്ന് പിന്നെ കുറെ കഥകളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് ആവശ്യമുള്ള ഒന്നുമില്ല പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു സിനിമയിൽ ഇരിക്കുമ്പോൾ എന്റെ ക്യാരക്ടർ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എല്ലായിടത്തിലും ദുർഗയായിട്ട് നിൽക്കത്തില്ല ഇത് കിട്ടാണ്ടായപ്പോ ഞാൻ ഓക്കെ ഒന്നും വരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങി ബോറടിക്കാന്ന് വെച്ചാ എനിക്ക് മനസ്സിലായി കഥ ആസ്വദിക്കാതെ നമ്മൾ ഇരിക്കുന്നു അത് മുകേഷ് ചേട്ടൻ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കണ്ടിന്യൂ അല്ല അത് ഞാൻ മാത്രല്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല മുകേഷ് ചേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല അപ്പം കുറേ ഇങ്ങനെ കേട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം അതായത്
എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല കിട്ടുന്നത്, മനസ്സിലായി. കുറെ കഥകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോ ഞാൻ എന്തോ ഞാൻ ഇടയ്ക്ക് ഫോണൊക്കെ നോക്കും. എന്റെ അടുത്ത് വീണ ചേച്ചി ഉണ്ടായിരുന്നു, വീണ നായർ. ആ, വീണ നായർ. ഞാനൊന്ന് ചേച്ചി പുറത്തു പോയിരുന്നു, നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അത് കണ്ടു. പുള്ളിക്കാരൻ താനെന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. ഞാൻ പെട്ടെന്ന് അപ്പോഴാ മനസ്സിലായി ഇത് ആൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ആള് ഇത്രയും ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കഥയുടെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തതിനെ കൊണ്ട് നല്ല വേണം, അത്യാവശ്യമാ, വേണമായിരുന്നു. അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഒരു ചീത്ത കേട്ട് മുകേഷുണ്ടായിരുന്നു. പിന്നെ ഉം. വേറെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ഉടല് കഴിയുമ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, ദുർഗ ഒരുപാട് സിനിമകളിൽ ഇനി വരും എന്ന്. കാരണം നന്നായി പെർഫോം ചെയ്ത സിനിമയാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ പല സിനിമയുടെ നായികയായിട്ട് ദുർഗ വരും എന്നോർത്തു. ഒന്നും കാണുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സിനിമ റിലീസ് അവിടെ. അഭിനയം നിർത്തിയായിരുന്നു ഇടയില്. ഇല്ലില്ല, ഞാന് ഉടലിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള സിനിമ പ്രിയദർശൻ സർ, ലാലേട്ടൻ, MT സാർ സബ്ജക്ട് ഓളവും തീരുവായിരുന്നു. ഉം. ഓളവും തീരവും ചെയ്തു. അതിന് എവിടെയാ അത്? അത് എവിടെ എത്തുന്ന എനിക്കറിയില്ല. ഓക്കെ. സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ വർഷത്തിൽ 1-2 സിനിമകൾ ചെയ്യായിരിക്കും. ഞാൻ 1-2 ചെയ്തിട്ടുള്ളൂ. ഒന്ന് പ്രിയദർശൻ സാറിന്റെ, പിന്നെ റാം ജിത്ത് ചേട്ടന്റെ. അതെവിടെ? റാമിന്റെ ഒന്നും എനിക്കറിയില്ല. റാമും ഈ ഓളവും തീരവും എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. പോർഷൻസ് തീർന്നോ? കഴിഞ്ഞു. ആ, എല്ലാം കഴിഞ്ഞു. അപ്പൊ എപ്പോ വേണമെങ്കിൽ വരാം. വരാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി റാമിന്റെ കാത്തിരിക്കാം. എനിക്കറിയില്ല, ഓളവും തീരവും കഴിഞ്ഞു എന്നാണ് അറിവ്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ചെയ്യുന്നൊന്നുമില്ല, ഒരുപാട് ചെയ്തിട്ടില്ല. ഞാൻ വർഷത്തിൽ 1-2 ഷൂട്ടിംഗ് ഉണ്ടാവും, റിലീസ് ഉണ്ടാവാത്തത് എന്റെ പ്രശ്നം. പക്ഷേ ഇല്ലേ, കഴിഞ്ഞ വർഷം അനുരാഗ ഉണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, 1-2 സിനിമ ചെയ്യും, ആ കൂട്ടത്തിൽ 1 സിനിമയോ 2 സിനിമയോ റിലീസും ഉണ്ടാവും. മതി, മതി. ഞാൻ അതിൽ happy ആണ്. ഓക്കെയാണ്. പിന്നെ ഒരുപാട് സിനിമ വരാത്ത എന്താന്ന് എനിക്കറിയില്ല. ഉടല് കഴിഞ്ഞു. ഞാനും പ്രതീക്ഷിച്ചിരുന്നു ചിലപ്പോൾ എനിക്കൊരു ബ്രേക്ക് ആയിരിക്കും, ഒരുപാട് സിനിമകൾ ഇനി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ കഥകൾ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓക്കെ ഇനി വരുമായിരിക്കും, ഇപ്പൊ ഒരു കഥ കേൾക്കുമ്പോൾ ഇതായിരിക്കില്ല, ചിലപ്പം പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും വരുമായിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഈ കല്യാണവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ചില ക്യാരക്ടേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? അതല്ലല്ലോ. അങ്ങനെയില്ല. അതുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ വിളിക്കുമ്പം, കല്യാണം കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയ ഒരു ഡയലോഗാണ് ഫസ്റ്റ് വിളിച്ചിട്ട്, ദുർഗ ഇപ്പൊ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് അങ്ങനെ ഒരു ആവശ്യം എന്താന്ന് എനിക്ക് കുറേ കേട്ട്. ഞാൻ ഒരാളടുത്ത് ഞാൻ പറഞ്ഞിട്ട്, ചേട്ടൻ എന്തിനാ അത് ചോദിക്കേണ്ട ആവശ്യം, അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ദുർഗയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അത് ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ കല്യാണം കഴിഞ്ഞു, എന്റെ പ്രൊഫഷൻ അവിടെ ഉണ്ടല്ലോ, എന്തിനാ ഞാൻ അതെന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചു. അപ്പം കുറെ ആൾക്കാരുടെ വിചാരം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സിനിമ ചെയ്യത്തില്ല എന്നുള്ളൊരു രീതിയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല പ്രൊജക്ട്സ് വരാൻ തുടങ്ങിയത്. അങ്ങനെയൊന്നുമില്ല, സമയത്തിന്റെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി അൺസെൻസേർഡ് ഷോ. അടുത്ത സിനിമകളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റട്ടെ. ആ റിലീസ് ആവാത്ത സിനിമകൾ പെട്ടെന്ന് ഓളവും തീരമൊക്കെ നല്ല നല്ല പ്രോജക്ട്സ് എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച് ദുർഗ. താങ്ക് യു സോ മച്ച്.